അതിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. എന്റെ ഒരു വിവരമില്ലേ, അതെന്താ അങ്ങനെ? അല്ല, നിന്നെ വിളിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. വിളിച്ചിട്ട് കിട്ടാതെ നീ വിളിക്കാതുണ്ടല്ലേ. എന്റെ വരുത്തുമില്ലല്ലോ. നീ വിളിച്ചാലല്ലേ വരാൻ പറ്റൂ. വിളിച്ചാലും നീ ഇപ്പം വരുത്ത് കുറവാ. ഞാൻ ഇന്നലെ നിന്റെ കോള് കണ്ടു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് തിരക്കില്ലേനു. പിന്നെ തിരിച്ചു വിളിക്കാൻ വെച്ചിട്ട് നോക്കും, പിന്നെ അതങ്ങ് ഓരോ വഴിക്ക് പോയി. ഞാൻ വിചാരിച്ച് എനിക്ക് വേറെ വല്ല സെറ്റപ്പും തുടങ്ങിയോ നീ. എനിക്ക് വേറെ എന്ത് സെറ്റപ്പ്? അകപ്പാടെയുള്ള സെറ്റപ്പ് നീയല്ലേ. അതെയാ? എന്നിട്ടാണോ എനിക്ക് ഇത്രയും തിരക്ക് വലിയ ഇത് കളിക്കുന്നു? എടി ഞാൻ അങ്ങനെയൊന്നും കളിച്ചല്ല. ചില നേരത്ത് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയല്ലേ. ഞാൻ വിചാരിച്ച് മടുത്തു തുടങ്ങിയിരിക്കും. ഞാനത് മുമ്പേ പറയല്ലേ, നിന്നെ ആർക്കെങ്കിലും മടുക്കുവാ? നിന്നെ മടുക്കുന്ന ഒരേ ഒരാള് നിന്റെ കെട്ടിയോനല്ലേ. ഞാന് ഇന്നും ഉള്ളത് കുറച്ച് ദൂരോട്ട് തന്നെയാണ്. ഇപ്പൊ രാവിലെ വിട്ടതാ. സമയത്തല്ലേ എഴുത? ഈ 10 മണി 10-10:30. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇന്ന് വരണ 12:30 ആവുമ്പം വന്നാലേ വേഗം പോകാം. 12:30 ആവുമ്പം വന്നിട്ട് വേഗം പോകാന്ന് പറഞ്ഞ ചുമ്മാ കണ്ടിട്ട് പോയാ പോരല്ലോ. അല്ല, ഒന്ന് കാണാലോ. വെറുതെ കണ്ടിട്ട് എന്നാ വേണ്ടേ? കാണാനൊന്നും അല്ലല്ലോ നീ വിളിക്കുന്നത്, എനിക്കറിയാം. എപ്പോഴും കുറേ സമയം വേണമെന്നുണ്ടോ? കുറച്ച് സമയമായാലും നമുക്ക് ഒരു രീതിയില് നോക്കാം. നമ്മള് കളിക്കുമ്പം അങ്ങനെ കുറച്ച് സമയമൊന്നും കളിക്കരുത്. കറഞ്ഞ് അറമാദിച്ച് കളിക്കണം, എന്നാലേ കളിയിൽ നല്ല ജയം ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം കളിച്ചാല് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. എന്താരാ പഠിപ്പിച്ചത്? നിന്റെ കെട്ടിയോൻ പഠിപ്പിച്ചതാ? ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാ. അത് ശരി, സ്വന്തമായിട്ട് എന്തല്ലാതെ പഠിച്ചേ? എനിക്ക് വേണമെങ്കിൽ അത് ശരി. നീ സ്വന്തമായിട്ട് പറയുമ്പോ സ്വന്തം കൈ കൊണ്ട് കളിച്ചതായിരിക്കൂലേ? അല്ലാണ്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ച് കളിക്കുന്ന കളി എന്തായാലും നടക്കൂലല്ലോ. എനിക്കിന്ന് വരാൻ പറ്റിയെങ്കിൽ വന്നോട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പെട്ടെന്ന് കളി തീർക്കാനുള്ള എന്തെങ്കിലും ഐഡിയ നിന്റെ അടുത്തുണ്ടോ? ഐഡിയ അല്ല, ഞാൻ എനിക്ക് പറഞ്ഞുതരാം വന്നാല്. ഇതിനും വരണം. അല്ല, ഞാൻ ചോദിക്കുന്നേ, നമ്മള് പെട്ടെന്ന് കളിച്ച് ജയിക്കാൻ നമുക്ക് പറ്റും. നിങ്ങളെപ്പഴും കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നു. അത് എന്തുകൊണ്ടാ അങ്ങനെ? എല്ലാരും പറയുന്നത് അങ്ങനെ വേണമെന്നാ പറയുന്നത്. പക്ഷെ എങ്കിൽ അതല്ലാണ്ട് ഇതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. നമ്മള് കടല് പോലെയാണ് കേട്ടോ. നമ്മള് കടല് പോലെയാണ്. കടല് ചെറുങ്ങനെ ചുരുക്കിയിട്ട് ഒരു തടാകോ അങ്ങനെയല്ല, കുറേ സമയം എടുക്കും ചൂടാകാന്. എന്നിട്ട് ചൂടായി കഴിഞ്ഞാ പിന്നെ വേഗം തണുക്കുകയും ചെയ്യും. തണുക്കുകയും ചെയ്യുന്ന വേഗം തിളച്ചോളൂ എന്നാ പറഞ്ഞത്. വേഗം തണുക്കുകയും ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത് കടലുപോലെ സാവധാനം ചൂടാകണ്ട് പെട്ടെന്നൊന്ന് ചൂടാക്കാൻ എന്നാ ചെയ്യാ? പെട്ടെന്ന് ചൂടാക്കാൻ ഇപ്പൊ എന്നാ ചെയ്യാ? അതാ ഞാൻ ചോദിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട്, ഒരു ഷോർട്ട് വഴി എന്തെങ്കിലും ഉണ്ടോ? അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ടി വരും. അല്ലാണ്ട് പറ്റൂല.
ചില നേരം നമ്മൾ തിരക്കിന് ഒന്ന് കളിക്കണം എന്ന് തോന്നിയാല് ഒരുപാട് നമ്മള് വേഗം സംഗതിക്ക് നടന്നു പോകും. പക്ഷെങ്കില് നിങ്ങളെ കാര്യം നടക്കാണ്ടിരിക്കുമ്പോ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. എന്താണോ നീ വരുന്നെന്ന് പറഞ്ഞാല് ഞാൻ കുറച്ച് ചൂടാക്കി വെക്കാം. അങ്ങനെ സ്വന്തമായിട്ട് ചൂടാക്കുവാ? അല്ല, അപ്പൊ പിന്നെ എനിക്ക് നിങ്ങൾ ചൂടായി കിട്ടുമല്ലോ. ചെയ്തതെല്ലാം ഓർമ്മിച്ച് ഇങ്ങനെ ചൂടാക്കി വെച്ച് നീ വന്നാല് അപ്പൊ ചൂടായിട്ട് കിട്ടും. ചൂടോടെ കളി നടക്കൂല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, നീ വേഗം വന്നാല് വേഗം പോകാം. അതെ, അപ്പൊ സെറ്റായിട്ട് നീ പറയുന്നല്ലേ? അതെന്താ ഇന്ന് 3-4 ദിവസമായിട്ട് ഒന്നും നടക്കുന്നില്ലേ? നടക്കലെല്ലാം കുറവാണ്. എന്ന് പറഞ്ഞ് കെട്ടിയോൻ ഭയങ്കര പവറായി, ഇനിയൊന്നും നോക്കണ്ട, എന്റെ പേര് ഒരേ കളിയാന്ന്, ഭക്ഷണം പോലും കഴിക്കാണ്ടാന്ന് കളിക്കുന്നതെല്ലാം പറഞ്ഞത് പോയാ? അതെല്ലാം ഞാൻ അന്നേരം ഒരു പരിപാടി ഒപ്പിച്ചതല്ലേ, അതിന്റെ ബലത്തിലല്ലേ കളിച്ച്. ഇനി ഒന്നും കൂടി ആ പരിപാടി ഒപ്പിക്കറിയുന്നല്ലേ? നീ വന്നിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതെ, പക്ഷെ രാത്രിയിൽ നടക്കുന്നു. പകല് വേണ്ടിയെങ്കിൽ ഞാൻ തന്നെ വരണ്ടേ? രാത്രിയല്ല, പകലുണ്ട്. ഞാൻ ഞായറാഴ്ച നോക്കും. നേരം എന്റെ ചെറുതല്ല അടി ഉണ്ടാവൂലേ? ചെറുതുണ്ടാവൂലേ? നേരം അതൊക്കെ പൊടാക്കൂലേ? സാരമില്ല. പിന്നെ എനിക്കോ പറ്റില്ല. അല്ല, ഇന്ന് വന്നാലും എന്നിട്ട് പറ. അല്ല, ഈ രാത്രിക്ക് എന്നാ പ്രശ്നം? രാത്രിക്ക് എന്നാ പ്രശ്നം? രാത്രിയല്ല, രാത്രിയത്തെ നമുക്ക് ഒന്നും കാണാണ്ടുള്ള കളിയല്ലേ, സ്ക്രീന് കാണൂലല്ലോ. നമ്മളിപ്പം പകല് കളിക്കുമ്പോ സ്ക്രീനൊക്കെ കണ്ട് അതെങ്ങനെ എങ്ങനെയൊക്കെയാണ് സ്ക്രീനിന്റെ പ്രവർത്തനം എന്നൊക്കെ കണ്ടുകൊണ്ട് കളിക്കാലോ. ഇല്ല, ഒന്നുമില്ലാതേനേക്കാളും നല്ലതല്ലേ രാത്രി ആയാലും. അല്ല, അതൊക്കെ പകല് എന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് നമുക്ക് ഈ കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ തൊട്ടും പിടിച്ചും അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നോ തൊട്ടറിഞ്ഞിട്ട് കളിക്കാലോ. അതാണ് എന്റെ പ്രത്യേകത. ഇത് തൊടാനേ കാണുമൊന്നും വേണ്ട. നമ്മള് ചോറ് തിന്നുമ്പോ വായി കണ്ടിട്ട് അത് നിന്ന് വായി അറിയൂലേ? വായി എന്റെ സ്ഥലത്താ നമുക്കറിയാലോ. ഓ, അങ്ങനെയല്ല. അതുപോലെയാണ് എല്ലാം. ഇത് ഏടിയല്ലാന്നുണ്ട്. ഇത് കാണുമൊന്നും വേണ്ട കേട്ടാ, തൊട്ടോക്കിയാൽ തിരി. കാണുമ്പല്ലേ ഇതിന്റെ പുഷ്പത്തിന്റെ കളറും ഇതെല്ലാം അറിയോ? കളറ്, മണം. പിന്നെ തൊട്ട് നോക്കിയാലും കുന്നും മലയും മറ്റേ ഇതെല്ലാം പോലെ ഉണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് എന്താ പറയണ്ടേ, ഇതിന്റെ തേന് വരുന്നൊക്കെ അറിയണ്ടേ? തേനിന്റെ കളറ് അതൊക്കെ ഇങ്ങനെ അതൊക്കെ പകരാകുമ്പോ കണ്ട് കളറ് കാണിച്ചിട്ട് പകരം അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടാ. അല്ല, ദിവസവും കളറ് മാറില്ലല്ലോ. ചിലപ്പോ എന്തെങ്കിലും മാറ്റൊക്കെ ഉണ്ടാവില്ലേ? നീ അതിന് കിട്ടിയിരിക്കല്ലേ കളറ് നോക്കേ? നോക്കി പുഷ്പത്തിന്റെ കളറ് നോക്കി അതിന്റെ തേനിന്റെ കളറ് ഉണ്ട്, അതിന്റെ ടേസ്റ്റ് എല്ലാം അറിയുമ്പോ നമുക്കിത് പിന്നെയും ഇങ്ങനെ കളിക്കണം, പിന്നെ ഇത് വേണമെന്നല്ല ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കൂലേ? അങ്ങനെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ വരുന്നുണ്ടോ? എന്നിട്ട് വരുവോ? വാട 12:00. 12:30 പക്ഷെ നേരത്തെ എന്താ പ്രശ്നമുണ്ടോ? നേരത്തെ ഒന്നും വരണ്ട. 12:30 തന്നെ വരണം. എനിക്ക് ഒരു 2-3 ഓർഡർ കൊടുക്കാനുണ്ട്. അത് കൊടുത്തിട്ട് ഞാൻ പറന്ന് വരാം. പക്ഷെ നീ അല്ലേ എന്ന് പറഞ്ഞ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒന്ന് ഓർഡർ ചെയ്തിട്ടില്ല. പക്ഷെ നീ മുന്നേ വന്നിട്ടാവില്ലേ? പിന്നെ അങ്ങനെ വന്നില്ലേ, പിന്നെന്താ ഓർഡർ എന്തെങ്കിലും ഭയങ്കര ഓർഡർ ചെയ്യും. നമ്മളെ ഓടി എത്തിക്കോണത്തിനുണ്ട്.
അങ്ങനെ ടൂർ പോയി വന്നിട്ട് 2 ദിവസം ലീവല്ലേ? നീ ഓർഡർ ചെയ്തിട്ട് നീ അന്നാ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ 12 അതിൽ കുറച്ച് നേരത്തെയാണ് വരാൻ സാധ്യത. എന്തായാലും നോക്കാം. ഒന്നുകൊണ്ട് സാധനം ഉണ്ട്, അത് കൊടുത്തിട്ടങ്ങ് വരാം. എന്താ ശരി, നീ എന്തായാലും വെള്ളം തിളപ്പിച്ച ചൂടാവട്ടെ കേട്ടോ. ചൂടാക്കാനുള്ള സമയം എന്താണ് കിട്ടൂല. അപ്പൊ പിന്നെ എളുപ്പത്തില് അപ്പം ചൂടാ എളുപ്പത്തിൽ അപ്പം ചൂടാക്കി